മുംബൈയിലെ ബാൻഡ്ര ലിങ്കിൻ റോഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു ഷോപ്പിങ്ങിന് പോയാലോ? കമോൺ. ആയി തന്നെ പറയട്ടെ, ഈ ഒരു വീഡിയോയിൽ ആരും അങ്ങനെ വലിയൊരു ക്വാളിറ്റി പ്രതീക്ഷിക്കരുത്. ഭയങ്കര റഫായിട്ട് എടുത്തൊരു വ്ളോഗാണ്. ഒരു റഫായിട്ടുള്ള പ്ലേസിലേക്കാണ് ഞാൻ പോണത്. പിന്നെ പ്രത്യേകം എടുത്ത് പറയാം, അങ്ങോട്ടേക്ക് ആരും ഷോപ്പിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ ഹീൽസ് ഒന്നും ഇടാതിരിക്കുക. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പറ്റുകയാണെങ്കിൽ ഒരു മാക്സി പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. എത്രത്തോളം വ്ളോഗ് ചെയ്യാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല, കാരണം ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഭയങ്കര നോയ്സ് ഉള്ള ഒരു പ്ലേസ് ആണ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയൊരു വ്ളോഗ്. നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാം. മുംബൈ ബാൻഡ്രയിൽ ഈ പച്ച ലൈനറൊക്കെ ഇട്ടിട്ട് ഐ ലൈനറൊക്കെ ഇട്ടിട്ട് ഞങ്ങളിപ്പോൾ പോകുന്നത് ഒരു ചെറിയൊരു ഷോപ്പിങ്ങിനാണ്. ഞാൻ ലൈനറൊന്നും ഇട്ടിട്ടില്ല. തലേ ദിവസത്തെ തിരുവാതിര വ്രതത്തിന്റെ ബാക്കി കലാപരിപാടികൾ കയ്യിൽ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ മാസം എൻഡിൽ ഒരു ചെറിയൊരു വെക്കേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് ഷോപ്പിംഗ് തുടങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ്, ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല, ചുമ്മാ പോയിട്ട് കുറേ നാൾക്ക് ശേഷമാണ് ബാൻഡ്രയിലൊക്കെ ഒന്ന് പോകുന്നത്. ഏറ്റുസിനും ചിലത് പറയാനുണ്ട്. ഇത് കണ്ടോ, ഇത് എൻ്റെ കയ്യിലൊരു സാധനം സുണ്ടാപ്പി, അത് ഈ കാണുന്ന മനുഷ്യന്റെ കലാവിരുതാണ്. ഇന്നലെ തിരുവാതിര ആർട്ട് ആൻഡ് ദ ആർട്ടിസ്റ്റ്. ഞാൻ എന്ത് കാണിച്ച മൈക്ക് കുഴിക്കണേ. ഈ മൈക്കില്ലെങ്കിൽ പിന്നെയും എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. പിന്നെ ഇവിടുത്തെ റോഡൊക്കെ അടിപൊളിയായതുകൊണ്ട് നമ്മൾ പോകുമ്പോൾ അങ്ങനെ ഫുൾ ഡുക്കുടുക്കുടുക്കുടുക്കുടുക്കുടുക്കുടു ശബ്ദം മാത്രം കേൾക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് അങ്ങനെ കുതിരവണ്ടി പോലെയാണ് പോകുന്നത്. പിന്നെന്താ, ഇത്രേ ഉള്ളൂ. ബാൻഡ്രയിലെ എത്രത്തോളം നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണിക്കാൻ പറ്റുന്ന അറിയില്ല, കാരണം ഇപ്പൊ തന്നെ 6 മണിയായി, അവിടെ മൊത്തം ഇരുട്ടായിരിക്കും. അവിടെ പോകുമ്പോൾ ഡ്രസ്സ് കാണുമ്പോൾ ഞാൻ ഇതൊക്കെ മറന്നു പോകും. പക്ഷെ ഞാൻ ചുമ്മാ ഒന്ന് ശ്രമിച്ച് നോക്കുവാണ് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്നലെ തിരുവാതിരക്ക് അടിപൊളി കേട്ടോ, തിരുവാതിരക്ക് സെറ്റായിരുന്നു. രാത്രി മൈലാജി കെട്ടു. പിന്നെ മറ്റേ മുറുക്കി പാൻ, വീട്ടാപ്പാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരാള്. അതിനകത്ത് മറ്റേ ചെറി ജീരക മിഠായി അതൊക്കെ ഉണ്ടായിരുന്നു. നൈസായിരുന്നു. തിരുവാതിരക്ക് നൈസായി. സംഭവമൊക്കെ ചോന്നു. ഞാൻ ഇട്ടിട്ട് അപ്പനെ കഴുകി കളഞ്ഞു. പിന്നെ ചെക്കന് സ്നേഹം ഉണ്ടെങ്കിലാണ് ചോക്കാന്ന് പറയാം. സ്നേഹം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ ഒന്നും കൂടി ചോക്കണായിരുന്നു. ഇത്തിരി സ്നേഹം കുറവെന്ന് തോന്നുന്നു. ഞാനും ഏട്ടും തമ്മില് ഇപ്പൊ ഒരു കോമ്പറ്റീഷൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, അന്താക്ഷരി ഒരു ലെറ്റർ പറയും ഞാൻ. ഇനിയിപ്പോ അവിടെ എത്താൻ ഒരു മണിക്കൂർ കൂടി ഉണ്ട് കേട്ടോ. എസ് അല്ലേ? സാറേ സാറേ സാമ്പാറ്, സാറിന്റെ വീട്ടില് കല്യാണം, കക്ക വിളമ്പും ഉപ്പേരി, പൂച്ച വിളമ്പും പുളിശ്ശേരി. ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് സാറിന്റെ പാട് കേട്ട്. സ്വപ്നം അയ്യേ അയ്യേ ജാൻമോണി സ്വപ്നം ലൈൻ കട്ട് സ്വപ്നം സണ്ണ ഇവിടെ പോയി. എത്തിപ്പോയി, നമ്മൾ ബാൻഡ്ര എത്തി. കാണാൻ എത്തിയിട്ടില്ല. കാണാൻ പ്രത്യേകിച്ച് അങ്ങനെ ഭംഗിയൊന്നുള്ള സ്ഥലമൊന്നുമല്ല, പക്ഷേ സാന്റാക്രൂസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് അല്ല തന്നെയല്ലേ അതും. പക്ഷെ കാണാനൊരു ഭംഗിയില്ല. നമുക്ക് പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങും സംഭവങ്ങളൊക്കെ, പക്ഷെ ഇവിടെ കിട്ടാത്ത ഒന്നും ഇല്ല എന്നാണ് പറയണത്. ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പോൾ കാലത്തല്ല എല്ലാവരും വരിക, പക്ഷെ വൈകുന്നേരം ഒരു 4-4:30 സമയത്ത് ഇറങ്ങുകയാണെങ്കിൽ വെയിലൊന്നും ഇല്ലാതെ നല്ല രസമായിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റും. ഇരുട്ടായി തുടങ്ങി. നമ്മളിപ്പോൾ പെട്ടെന്ന് പ്ലാൻ മാറ്റി ലിങ്കിൻ റോഡ് എന്നുള്ളത് ഹിൽ റോഡിലേക്ക് മാറ്റിയിട്ടാ. നമ്മളെപ്പോ വന്നാലും ഇവിടെ ഒരു മെഗ്ഡിയിൽ പോയി കഴിക്കാറില്ല കേട്ടു സാർ. അതവിടെ പോയി ഞാൻ തുടങ്ങിയിട്ടാ അവിടെ സംഭവങ്ങളൊക്കെ സ്റ്റാർട്ടായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്തെടുക്കാൻ. പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ബ്രാൻഡഡ് ഐറ്റംസ് മാത്രം വാങ്ങുക അങ്ങനെയല്ല. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഈ 10, 200, 500 രൂപയ്ക്കൊക്കെ
ഡ്രസ്സ് വാങ്ങിച്ച് അതൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ അടിച്ചു പൊളിച്ചറക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് ഭയങ്കര ഒരു സുഖം തന്നെയാണ്. ഞാനവിടെ ഷോപ്പ് ചെയ്ത എല്ലാ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, കാരണം നമുക്ക് നമ്മുടെ ഉദ്ദേശം മെയിൻ ഷോപ്പിംഗ് ആണ്, വ്ളോഗിങ് അല്ല. കൺഫ്യൂഷൻ ആവും എന്തെടുക്കണ ഒരു സാധനത്തിന് 56 ഓപ്ഷൻസ് അവിടെ. കാരണം വാവേനെ ഞങ്ങൾ ഏറ്റുസിന്റെ അച്ഛനമ്മ എടുത്ത് ഏൽപ്പിച്ചിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ വേഗം ഷോപ്പിംഗ് ചെയ്ത് തിരിച്ചു പോകണം. പക്ഷെ എന്നിട്ട് ഞങ്ങൾ വീടെത്തിയപ്പോ രാത്രി 12 മണിയായിരുന്നു. 350 രൂപ കൺഫ്യൂഷൻ. ഇത് 200 രൂപ. സൺലൈറ്റ് പോയപ്പോൾ തന്നെ വീഡിയോ എടുക്കാനുള്ള മൂഡൊക്കെ പോയി. എന്നാലും ഞാൻ എൻ്റെ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കണ്ടതിൽ ഒരു 20% എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. കൺഫ്യൂഷൻ തീർക്കണമേ, എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ. ഇന്നത്തെ ചെരുപ്പുകള് വെറും 200 രൂപ മാത്രം. ഇത് ഭംഗിയില്ലേ കേട്ടോ. കേസരിയാവേ. ഈ സ്ഥലം കാണാനൊരു എന്താ പറയുക, ഒരു പൂരപ്പറമ്പ്, ഒരു എക്സിബിഷൻ വൈബാണെങ്കിലും ഇവിടെയുള്ള ഡ്രസ്സുകൾ വേറെ ലെവൽ ട്രെൻഡി സാധനങ്ങളാണ്. റേറ്റ് പറയാതിരിക്കാൻ വയ്യ. 150 രൂപ, 200 രൂപ, 100 രൂപയ്ക്ക് വരെ ഞാൻ ഇവിടുത്തെ ടോപ്പ് വാങ്ങിച്ചു. ബാർഗെയിൻ ചെയ്യാൻ നല്ല കഴിവ് വേണം, അല്ലെങ്കിൽ പിന്നെ ഒരു ലോക്കൽ ആളെ കൂടെ കൊണ്ടുപോവുക. അല്ലെങ്കിൽ 100 രൂപയുടെ സംഭവം 1000 രൂപയ്ക്ക് നമുക്ക് വാങ്ങേണ്ടി വരും. നൈസ് സാധനം. എന്റെ മൈലാഞ്ചി ഭയങ്കര വൃത്തികേട്. ഇഷ്ടമായിട്ട് സാധനം നമ്മുടെ ഫസ്റ്റ് വാങ്ങിച്ച സംഭവമാണ് ഇത്. दूसरा वाला पीच देखा था, हाँ ये वाला, वो पीच अच्छा था. मैंने हिंदी എല്ലാരും കേൾക്കട്ടെ. हेलो भाई मत करो यार, तुम्हारे सामने ये രണ്ട് സാധനം വാങ്ങിച്ചു. അതിന് तुम्हारे से मैंने ज्यादा ले लिया भाई. ഏറ്റവും ചീത്തയായിട്ടുണ്ട് അയാളുടെ കേട്ടാ. എന്റെ ഹിന്ദി കണ്ടിട്ട് അവരധികം പൈസ പറയണമെന്നാണ് അവർ പറയണത്. ഞാൻ ആകെ 100 രൂപ പറഞ്ഞു, 150 രൂപ പറഞ്ഞു. ആക്ച്വലി അതിന് 100 ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു മണ്ടത്തരം ഞാൻ കാണിച്ചായിരുന്നു. ഇത് കാണിച്ചാലോ ഇത്. ദൈവമേ, 500 എങ്ങനെ അധികം പറയാ. 2 വാങ്ങിച്ചാ 500. दो लिया तो 500. बेडशीट अच्छा है. ഇത് നോക്ക്, ഇത് 2 വാങ്ങിച്ചോട്ടാ. ഏതോ ഈ ചേച്ചിയുടെ കയ്യിലുള്ള ഈ ഒരു ടോപ്പിലെ അതിന് ഷോർട്സ് അടക്കാണ് കേട്ടോ. സെയിം കളറിലുള്ള ഷോർട്സ് ഉണ്ട്. അത് 150 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എൻ്റെ സൈസ് സെറ്റ് ആവില്ല എന്നുള്ള കൺഫ്യൂഷൻ വന്നുകൊണ്ട് ഞാൻ തിരിച്ചാ ചേച്ചിക്ക് തന്നെ കൊടുത്തു. ഏതെടുത്താലും 100 രൂപ. എനിക്ക് ഇവിടുന്ന് 2 നല്ല ടോപ്പുകൾ കിട്ടി കേട്ടോ. ഇത് ഇഷ്ടമായി. ഇത് കൊള്ളാം. ഈ സാധനം കൊള്ളാം അല്ലേ. പിന്നെ ഇങ്ങനത്തെ മോതിരങ്ങളും പിന്നെ കയ്യിലിടുന്ന ഓരോ സംഭവങ്ങളൊക്കെ എൻ്റെ വീക്ക്നെസ് ആയതുകൊണ്ട് അങ്ങനത്തെയും കുറച്ച് വാങ്ങിച്ചു കൂട്ടി. എനിക്ക് വില പേശാൻ അറിയണില്ല. നോ ബാർഗെയിനിങ്. ഞാൻ പെട്ടു. ഒരു ചെക്കൻ എൻ്റെ ഒരു പിന്നാലെ അടക്കാം. 150, 250, 300. ഫസ്റ്റ് 300 ആയിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി 100, പിന്നെ ഇപ്പം 50 രൂപ എത്തി നിൽക്കുന്നുണ്ട്. ഇനി ഞാൻ വാങ്ങിച്ചില്ല, എനിക്ക് അടി കിട്ടും. ക്ഷീണമൊന്നും ഇല്ലാത്ത ദിവസം വേണം കേട്ടോ ഇങ്ങനെ ഷോപ്പിങ്ങിന് വരാൻ വേണ്ടിയിട്ട്. നല്ല ആരോഗ്യമുള്ള ദിവസത്തിൽ വരണം. കാരണം നമുക്ക് കഴിക്കാനും കുടിക്കാനൊന്നും ഒന്നും കിട്ടില്ല. ഇവിടെ ഉണ്ടല്ലോ ഒരു സൈക്കിളിൽ ഒരു അപ്പൂപ്പൻ കുറച്ച് സാൻഡ്വിച്ച് വിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ സ്വന്തം റിസ്കിൽ അത് വാങ്ങിച്ച് കഴിച്ചു. വയറിന് ട്രബിളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് 2 ആഴ്ച മുന്നത്തെ വീഡിയോ ആണ്. ഷാഹി റോൾ കഴിക്കാൻ പോകുന്നതായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണത്തിന് 40 രൂപ എന്തോ ആയിരുന്നു. ഞങ്ങളൊരു 4 എണ്ണം വാങ്ങിച്ചു, 2 എണ്ണം വെച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഷാഹി റോൾ, चीज चिल्ली, पिज्जा है, शाही रोल है, बटर चिकन है, बटर चिकन है. നമ്മളെ ഡിയേറ്റാ. നമ്മളിങ്ങോട്ട് സീനായിട്ടാ. ചിക്കൻ ജായിക്ക ഇതോളാണ് കേട്ടോ. ഈ ട്രെയിനിലൊക്കെ വിൽക്കാൻ വരില്ലേ, അതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ പറയലും അവരുടെ വിൽക്കുന്ന സ്റ്റൈലൊക്കെ. പക്ഷെ എന്തായാലും സാധനം കൊള്ളായിരുന്നു. വയറിന് ട്രബിളും വന്നില്ല. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചും കൂടി വീഡിയോ എടുക്കായിരുന്നു. എല്ലാം ഷോപ്പ് ചെയ്യുന്നതൊക്കെ ഞാനൊന്നും എടുത്തിട്ടില്ല. ഞാൻ കുറേ ഷോപ്പ് ചെയ്ത് കൂട്ടി.
പക്ഷെ ഞാനൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും ഞങ്ങൾക്ക് ഷോപ്പ് ചെയ്ത് മതിയാവാതെ 2 സൺഡേസ് ആയിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. ഫസ്റ്റ് സൺഡേയിൽ എൻ്റെ ഏട്ടൂസിനും ചെയ്തു, പിന്നെ സെക്കൻഡ് സൺഡേയിൽ വാവയുടെ മാത്രമായിട്ട് കുറച്ച് ഷോപ്പിംഗ് ചെയ്തു, പിന്നെ കുറച്ച് ഓൺലൈനും അവൾക്ക് വാങ്ങിച്ചു. ഞങ്ങളുടെ എല്ലാ ഷോപ്പിംഗും ഇവിടെ തന്നെ തീർന്നു. നടക്കാത്തൊരു എസ്കലേറ്ററും ഞാൻ വലിയ സ്റ്റൈലിൽ നിൽക്കുക ഇതിൽ കയറാൻ വേണ്ടിയിട്ട്. ഏട്ടൂസിന് ബാൻഡ്ര വന്നത് നഷ്ടക്കച്ചവടമായിരുന്നു കേട്ടോ. കാരണം കൂടുതലും കിട്ടിയത് എനിക്കാണ് ഈ 100-200 ഡ്രസ്സുകൾ കിട്ടുക. കാരണം ഇവരുടെ സൈസിലുള്ള ഡ്രസ്സുകളൊന്നും ഇവിടെ കളക്ഷൻ കുറവാണ്. വാവ്, അടിപൊളി. കളക്ഷൻസ് ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഞാനത് കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ഇപ്പം ഞാൻ ഈ റോട്ടിൽ നിന്ന് ഒരാൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൈസിലുള്ളത് ഞങ്ങളുടെ അടുത്തുണ്ട് എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോണതാണ്. ഒരു വലിയൊരു ഗുണ്ടാമണ്ടി സ്ഥലത്തോട്ട് ഞങ്ങളെ ഭയങ്കര ഒരു പാതാളം പോലൊരു സ്ഥലത്തേക്കാണ് പോയത്. സത്യം പറഞ്ഞാൽ ഈ ബാൻഡ്രയിൽ സ്ട്രീറ്റ് ഷോപ്പിംഗ് മാത്രമല്ല, അങ്ങനെ വലിയൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലും ഒരു സ്ട്രീറ്റ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഞങ്ങൾ കുറേ കടകളിൽ കയറി ഇറങ്ങി അവിടുത്തെ നിന്നൊക്കെ ഏട്ടൂസിന് കുറേ ഡ്രസ്സുകളൊക്കെ കിട്ടിയിട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ വ്ളോഗിങ് ഒക്കെ ചെയ്യുന്നത് ഭയങ്കര കോമൺ ആണ്. അവിടെ ആരും അങ്ങനെ നോക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ ബാവ 24 എന്ന് പറഞ്ഞ ഒരു കടയിൽ ഞങ്ങൾക്ക് കുറേ ഡ്രസ്സുകൾ കിട്ടിയായിരുന്നു. അപ്പോൾ മുംബൈയിൽ കറങ്ങാൻ വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ബാൻഡ്ര ലിങ്കിങ് റോഡും ഹിൽ റോഡും എന്തായാലും ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പോവാട്ടോ. അവരുടെ കട, അവരുടെ പ്രൊഡക്റ്റ്, അവരുടെ പ്രൊഡക്റ്റ് 500 രൂപ പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് 100 രൂപ പറയണം. അങ്ങനെ ഒരു തന്നിടം വേണം ഈ ബാർഗെയിനിങ് ഒക്കെ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ പിന്നെ അത് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇവിടെ അങ്ങനെയാണ്. അതായത് നാട്ടിലിപ്പോൾ 5 കട കയറി കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിന് ഒരേ വിലയായിരിക്കും. ചിലപ്പോൾ ഒരു 5 രൂപ കൂടിയും കുറഞ്ഞിരിക്കും. ഇവിടെ അങ്ങനെയല്ല. ഒരു കടയിൽ 500 ആണെങ്കിൽ മറ്റേ കടയിൽ 100 ആയിരിക്കും. ചിലപ്പോൾ അപ്പുറത്തെ കടയിൽ 1000 രൂപയായിരിക്കും. അപ്പം നമ്മൾ അത്ര റിസർച്ച് ചെയ്തിട്ട് വേണം വാങ്ങാൻ. ഭയങ്കര രസമാണ് ഈ സ്ട്രീറ്റ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞ സംഭവം. പിന്നെ ഞങ്ങൾ അവിടുന്ന് മാൽപോവ എന്ന് പറഞ്ഞൊരു സംഭവം ട്രൈ ചെയ്തു കേട്ടോ, റബഡിയൊക്കെ ഇട്ടിട്ട്. അതായത് ഗുലാബ് ജാമുൻ പോലത്തെ ഒരു സംഭവം, അതിൻ്റെ മുകളിൽ റബഡി, അതായത് മലായി, തിക്ക് മലായി, മധുരം കുറഞ്ഞ മലായി ഇട്ടിട്ടുള്ള ഒരു ഡിഷായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ഇനി എപ്പോഴെങ്കിലും ഏതെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.